അവരുടെ അമ്മയെക്കാട്ടിൽ അവർ സ്ഥാനം കൊടുക്കേണ്ടത് ഭർത്താവിൻ്റെ അമ്മയ്ക്ക് അല്ലേ? ഇപ്പം ഞങ്ങൾ ആരും കല്യാണം ആലോചിച്ച് അങ്ങോട്ട് പോയതല്ലോ. ഇപ്പം ഞാൻ എൻ്റെ മക്കളുടെ കാര്യമല്ലോ. അപ്പോൾ ചിലർ വന്നിട്ട് ഇങ്ങനെ എൻ്റെ അമ്മായിയമ്മ കുറേ ചേട്ടൻ തന്നെ ദേഷ്യമായി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർ വിചാരിക്കേണ്ടത് അമ്മായിയമ്മയ്ക്ക്. നമസ്കാരം. ഈ വീഡിയോയിൽ കാണുന്ന മല്ലിക സുകുമാരനെ എല്ലാവർക്കും പരിചയമുള്ളതാണല്ലോ. ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഇവരുടെ എല്ലാ വീഡിയോസും എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. ഞാൻ വളരെയധികം ആകാംക്ഷയോടെ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് മല്ലിക സുകുമാരൻ. എന്നാൽ ഈ വീഡിയോയിൽ പറഞ്ഞ ചില പ്രസ്താവനകളോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഇതിൽ പ്രധാനമായും 3 പ്രസ്താവനകളാണ് അവർ പറയുന്നത്. ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത്, വിവാഹം കഴിഞ്ഞു വരുന്ന പെൺകുട്ടി തൻ്റെ അമ്മയേക്കാൾ അമ്മായിയമ്മയ്ക്ക് സ്ഥാനം നൽകണം. പൂർണ്ണമായും യോജിക്കുന്നു. പക്ഷേ ആ പുതിയ ലൈഫിൽ വന്ന് കയറുന്ന പെൺകുട്ടിക്കും അതേ അളവിൽ അതേ സ്ഥാനത്തിന് അർഹതയുണ്ട്. അതിനെക്കുറിച്ച് ഒരു പരാമർശവും മല്ലിക സുകുമാരൻ പറയുന്നില്ല. ഈ രണ്ടാമത്തെ പ്രസ്താവനയായി അവർ പറഞ്ഞത്, ഞങ്ങളാരും അങ്ങോട്ട് പോയി കേട്ടതല്ലല്ലോ ആ പെൺകുട്ടിയെ എന്നാണെന്ന് തോന്നുന്നു രണ്ടാമത്തെ പ്രസ്താവനയിലുള്ളത്. അത് എപ്പോഴും അങ്ങനെയാണ്. ഒന്നുകിൽ പെൺകുട്ടിയുടെ വീട്ടുകാർ ആൺകുട്ടിയുടെ പാരൻസിനെ സമീപിക്കുക, അല്ലെങ്കിൽ ആൺകുട്ടിയുടെ വീട്ടുകാർ പെൺകുട്ടിയുടെ വീട്ടിലെ സമീപിക്കുക. അങ്ങനെ പാരൻസ് തമ്മിലാണല്ലോ ആദ്യം സംസാരം, പിന്നീടാണല്ലോ ആ വിവാഹം ഉറപ്പിച്ച് വിവാഹത്തിൽ എത്തുന്നത്. നാട്ടുനടപ്പനുസരിച്ച് അങ്ങനെയാണ്. പക്ഷെ അവിടെയും ആ പെൺകുട്ടിക്കും ആ പെൺകുട്ടിയുടെ പാരൻസിനും ഒരു വിലയും നൽകാത്ത ഒരു പ്രസ്താവനയായിപ്പോയി. ഒരു ഭാഗത്ത് നിന്ന് മാത്രം എനിക്ക് ബഹുമാനം കിട്ടണം, എനിക്ക് സ്നേഹം കിട്ടണം എന്ന് വിചാരിക്കുന്നത് തീർത്തും തെറ്റാണ്. 2 ഭാഗത്തു നിന്നും അമ്മായിയമ്മയ്ക്കും മരുമകളോട് മകളെ പോലെ സ്നേഹിക്കുക, മരുമകളും തൻ്റെ അമ്മയെ പോലെ സ്നേഹിക്കുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റെസ്പെക്റ്റും കൊടുക്കുക. തൻ്റെ അമ്മയും അച്ഛനെയൊക്കെ സ്നേഹിച്ചാലല്ലേ ആ പെൺകുട്ടിക്ക് ഭർത്താവിൻ്റെ അച്ഛനും അമ്മയൊക്കെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് ഒരു തീർത്തും തെറ്റായ ഒരു സന്ദേശം നൽകുന്നത് പോലെ എനിക്ക് തോന്നി. ഇനി മൂന്നാമതായി മല്ലിക സുകുമാരൻ പറഞ്ഞ മൂന്നാമത്തെ പ്രസ്താവന എന്നുള്ളത്, തൻ്റെ മകനും, അതായത് ആ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ അമ്മയും തമ്മിൽ സംസാരിക്കുന്ന വിഷയങ്ങളുടെ ഇടയിലേക്ക് പെൺകുട്ടി രൂക്ഷമായി അല്ലെങ്കിൽ വലുതാക്കി ആ പ്രശ്നം കാണിക്കുന്നു. അതിൻ്റെ ആവശ്യം എന്താണ് എന്നാണ്. അത് നമുക്ക് സത്യാവസ്ഥ അറിയാതെ, അത് ഡിപ്പെൻഡാണ്. സത്യാവസ്ഥ അറിയാതെ നമ്മൾ പറയുന്നത് തെറ്റാണ്. ചിലപ്പോൾ ആ പെൺകുട്ടി പ്രശ്നം സോൾവ് ചെയ്യുന്നതായിരിക്കാം. ചിലപ്പോൾ ആ പ്രശ്നത്തിനിടയിലേക്ക് തൻ്റെ പേര് വലിച്ചിടാതെ ആ പ്രശ്നം സോൾവ് ചെയ്ത് അവിടെ തീർക്കുന്നതായിരിക്കാം. അപ്പോൾ അതൊക്കെ തെറ്റായ വ്യാഖ്യാനമാണ്. നമ്മളെ അമ്മയായി കാണുക, അതുപോലെ തന്നെ മരുമകളെ മകളായി കാണുക. അപ്പോൾ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ സമൂഹത്തിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മല്ലിക സുകുമാരനെ പോലെയുള്ളവരിൽ നിന്നും നമ്മൾ ഇതല്ല പ്രതീക്ഷിക്കുന്നത്. പക്ഷെ പൊതുവെ മല്ലിക സുകുമാരൻ എന്ന വ്യക്തിയോട് വളരെയധികം ബഹുമാനവും കാര്യമൊക്കെയാണ്. പക്ഷെ ഇതുപോലെയുള്ള അതായത് ഒരു അമ്മായിയമ്മ വൈബോട് കൂടി സംസാരിക്കാതിരിക്കുക.